അങ്ങനെ ഞാനും നെൽസനും നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി റിസൽ പാർക്കിലോട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ റിസൽ പാർക്കിൻ്റെ ഗേറ്റിലോട്ട് നടക്കുകയാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ഈ കാണുന്നതാണ് റിസൽ പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ. ഇത് കൂടാതെ വേറെ എൻട്രൻസ് ഏരിയകളുണ്ട്. ഇപ്പം ഞങ്ങളിതാ റിസൽ പാർക്കിലേക്ക് കടക്കുകയാണ്. ഇത് ഏകദേശം 58 ഏക്കറിലാട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഫിലിപ്പീൻസിലെ നാഷണൽ ഹീറോ ആയ ജോസി റിസലിൻ്റെ വധിക്കപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഇവിടെ ഈ റിസൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഫ്രണ്ട് കാണുന്ന സ്റ്റാച്ചു ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സ്പാനിഷ് കൊളോണിയൽ ടൈമിലും അതുപോലെ തന്നെ അമേരിക്കൻ കൊളോണിയൽ ടൈമിലും മരിച്ചവരുടെ സ്റ്റാച്യൂസാണ്, ഒരുപാട് ഭടന്മാരുടെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇവർ വെച്ചിട്ടുള്ളത് ഈ പാർക്കിൽ. ഇതിപ്പോൾ ഹിസ്റ്റോറിക്കൽ പാർക്കാട്ടത് ഫിലിപ്പീൻസിൻ്റെ. ഫിലിപ്പീൻസ് മനിലയിലുള്ള റിസൽ പാർക്കിലാണുള്ളത്. അവിടെ എന്താ പറയുക, നാഷണൽ ഹീറോൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കുറേ കണ്ടത് അവിടുത്തെ മിലിറ്ററിയുടെ ഒരുപാട് ആൾക്കാരാണ്. ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ അത്രയൊന്നും പോകുന്നില്ല, നല്ല ചൂടായത് കാരണം ഞാനൊരു മാംഗോ ഷേക്ക് വാങ്ങിയിട്ട് ഇവിടെ ഒരുവിധ എല്ലാത്തിലും ഒരു തപ്പിയൊക്കെ പോയിരുന്നൊരു സംഭവം എല്ലാത്തിലും നല്ല രസമുണ്ട് കഴിക്കാൻ. ഇത് നമ്മളെ ഏകദേശം ഒരു എന്താ പറയുക, ഗ്രീൻ പീസിനൊക്കെ അത്ര വലുപ്പമുള്ള സാധനം ഈ കാണുന്നുണ്ടാവും, കറുപ്പ് കളറിൽ ഇങ്ങനെ പൊന്തിക്കാൻ. അത് അപ്പോൾ ഇതാണ് നാഷണൽ പാർക്ക്, വലിയ ഏരിയയാണ്. നാഷണൽ മ്യൂസിയത്തിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അതിന്റെ ബാക്ക് സൈഡാണിത്. ഞങ്ങൾ ഫ്രണ്ട് സൈഡിൽ പോയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ ഒപ്പം ഉണ്ടാവുന്ന നെൽസനാണ് ഡ്രൈവർ. നാഷണൽ ഹീറോ ആയ ജോസി റിസലിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇത് എപ്പോഴാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. 1916 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം അമേരിക്കക്കാർ ഇത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ജോസ് റിസലിൻ്റെ സ്റ്റാച്ചു. അതിന് താഴെയാണ് അയാളെ മറവ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്. ആയിരത്തി 1886 ഫിലിപ്പൈൻസ് സ്പാനിഷ് കോളനി ആയിരുന്ന ടൈമിലാണ് ജോസ് റിസലിനെ വെടിവെച്ച് കൊന്നത്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഇവിടെ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്മാരകത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ് മാറുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു സെക്യൂരിറ്റി ഗാർഡിന് 8 hours ഡ്യൂട്ടി ഉള്ളത്. അത് കഴിഞ്ഞാൽ ഇതുപോലെ മാറി വേറെ സെക്യൂരിറ്റി ഗാർഡ് വരും. ഇതുപോലെ ഓരോ 8 hours കഴിയുമ്പോഴും ഓരോ ഗാർഡ് മാറിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ സമ്മറിലാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം വരിക. നിങ്ങൾ ഉച്ച ടൈമിലൊക്കെ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ സൺബേൺ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇനി ഞാൻ പോകുന്നത് ഫിലിപ്പീൻസിലെ നാഷണൽ ഹീറോ ആയ ജോസി റിസലിനെ സ്പാനിഷ് മിലിറ്ററിക്കാർ എങ്ങനെയാണ് വധിച്ചതെന്ന് കാണിക്കുന്ന സ്റ്റാച്ചു ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ചുമരിൽ ജോസി റിസൽ മരിച്ചു കിടക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതാണത്. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രാനൈറ്റിൽ കാണുന്ന പേരുകളൊക്കെ സ്പാനിഷ് കൊളോണിയൽ ടൈമിലും അതുപോലെ തന്നെ അമേരിക്കൻ കൊളോണിയൽ ടൈമിലും മരിച്ചു വീണ ഫിലിപ്പീൻസിലെ മിലിറ്ററിക്കാരുടെ പേരുകളാണ് ഇവിടെ ഈ ഗ്രാനൈറ്റിൽ എഴുതി വെച്ചിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ കാണുന്ന ദൃശ്യമാണിത്. സ്പാനിഷ് മിലിറ്ററിക്കാർ ജോസ് റിസലിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ സ്റ്റാച്ചു ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അത് ക്യാമറയിൽ പകർത്തി അതാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും നെൽസനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി കുറച്ചും പാടെ പാർക്കിൽ നിന്ന് മുന്നോട്ട് പോകണം. അവിടെ എന്തോ ചൈനീസിൻ്റെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് നെൽസൺ പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കണം ടൈം ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഈ കാണുന്നതാണ് നെൽസൺ പറഞ്ഞ ചൈനീസിൻ്റെ പാർക്ക്. അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ടെന്നാണ് നെൽസൺ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് കയറുന്നില്ല, എന്താ വെച്ചാൽ ടൈം ഒരുപാടായിരിക്കുന്നു, ഇനി തിരിച്ചു പോകണം. പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്നവർ ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വേണം പോവാൻ. പിന്നെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് നടക്കുന്ന ഭാഗങ്ങളാണ് ഇത്. പാർക്കിൻ്റെ ഭാഗങ്ങളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് റിസൽ പാർക്കിലെ ഓപ്പൺ ഓഡിറ്റോറിയമാണ്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ് നടത്താറുള്ളത്. റിസൽ പാർക്കിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.